തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചേലക്കര MP കെ രാധാകൃഷ്ണനെ ED 8 മണിക്കൂർ ചോദ്യം ചെയ്തു. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. ED ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം 17-ന് രാധാകൃഷ്ണൻ കൈമാറിയിരുന്നു. അതേസമയം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് ED തന്നെ വിളിപ്പിച്ചതെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് EDയുടെ 2ാം കുറ്റപത്രം നൽകാനിരിക്കെയാണ് പാർലമെന്റ് അംഗവും മുൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ രാധാകൃഷ്ണനെ ED ചോദ്യം ചെയ്തത്. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 8 മണിക്കൂറോളം നീണ്ടു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്തെ പാർട്ടിയുടെ ഇടപാടുകളെക്കുറിച്ച് അറിയുന്നതിനാണ് കെ രാധാകൃഷ്ണനെ ED ചോദ്യം ചെയ്തത്. കരുവന്നൂർ ബാങ്കുമായുള്ള CPIMന്റെ ബന്ധം, ബാങ്കിൽ പാർട്ടിക്കുണ്ടായിരുന്ന അക്കൗണ്ടുകളിലെ പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ രാധാകൃഷ്ണനിൽ നിന്ന് ED വിവരങ്ങൾ തേടി. കൃത്യമായ രേഖകളില്ലാതെ ബിനാമിയായും മറ്റും ഇഷ്ടക്കാർക്ക് വായ്പകൾ നൽകി ബാങ്കിന് കോടികളുടെ നഷ്ടം ഉണ്ടായി എന്നാണ് കരുവന്നൂർ കേസ്. ഇത്തരത്തിൽ തട്ടിയെടുക്കപ്പെട്ട പണത്തിൽ ഒരു ഭാഗം CPIMന്റെ അക്കൗണ്ടിലും എത്തിയെന്ന് ആരോപണമുണ്ടായിരുന്നു. കേസിൽ 128.72 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. അതേസമയം CPIMന് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടില്ലെന്നും കേസിൽ പ്രതിയാണെന്ന രീതിയിൽ തനിക്കെതിരെ നടക്കുന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ലെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. നിങ്ങൾ പറയുന്ന പോലെ കരുവന്നൂർ കളവ് കേസിൽ ഞാൻ പ്രതി എന്നുള്ള രീതിയിലാണ് നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല, ജസ്റ്റ് ഞാനൊരു ആ കാലത്ത് ഈ പീരീഡിൽ സെക്രട്ടറി ആയിട്ട് 2.5 വർഷത്തിൽ താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചതെന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ ഇടപാടൊന്നും ചോദിച്ചിട്ടില്ല. പാർട്ടിക്ക് യാതൊരു ഇടപാടില്ലല്ലോ. ഈ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും CPMന്റെ ജില്ലാ കമ്മിറ്റിക്കില്ല. അത് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. മുൻ മന്ത്രിയും CPIMന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AC മൊയ്തീൻ, നിലവിലെ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയവരെയും ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് കെ രാധാകൃഷ്ണനെ ED ചോദ്യം ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.